കേരളത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? പണത്തിനു മീതെ പരുന്തും പറക്കില്ലേ? പണമുള്ളവർക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയാണോ? കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങളാണിത്. പാവങ്ങളെ ഉപദ്രവിച്ച് പണക്കാരെ സംരക്ഷിക്കാനാണോ ഇവിടെ പോലീസ് എന്നും കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് വീഴ്ചയിൽ ഗൂഢാലോചനയുണ്ടെന്നും അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ പോലീസ് ഭരണ സംവിധാനം പൂർണ്ണമായും കുത്തഴിഞ്ഞ നിലയിലാണെന്നും പണമുള്ളവർക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയാണോ കേരളത്തിലേതെന്നും കോടതി ചോദിച്ചു. നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്തതും പിന്നീട് വിട്ടയച്ചതുമാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഒളിവിലായിരുന്ന ഡോക്ടർ എം കെ റാമിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ SC/ST പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ച നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഡോക്ടർ റാമിനെ വിട്ടയച്ചു. അറസ്റ്റ് ചെയ്യാനുള്ള കാരണം പ്രതിയെ അറിയിച്ചില്ലെന്നായിരുന്നു പ്രധാന കണ്ടെത്തൽ. ഡോക്ടർ എം കെ റാമിനെ വിട്ടയച്ചതിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെ ഫോൺ വിളികൾ ഉൾപ്പെടെ പരിശോധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും ജസ്റ്റിസ് A. ബദറുദ്ദീൻ വാക്കാൽ നിർദ്ദേശിച്ചു. അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന സുപ്രീം കോടതി മാർഗനിർദ്ദേശം ഇത്രയും പരിചയസമ്പന്നനായ ഡിവൈഎസ്പിക്ക് അറിയില്ലായിരുന്നോ എന്നും കോടതി ചോദിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പണം ലഭിച്ചിരുന്നോ എന്നും കോടതി വാക്കാൽ ചോദിച്ചു. നിതിൻ രാജ് ലോണാപ്പ് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്ന പോലീസിന്റെ വാദത്തെയും കോടതി ചോദ്യം ചെയ്തു. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന് പരിഹസിച്ച കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കണമെന്ന് വാക്കാൽ നിർദ്ദേശിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയുടെ അഭിഭാഷകനും തമ്മിലുള്ള ബന്ധം പരിശോധിക്കണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന സർക്കാർ അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുമെന്നും കോടതി വ്യക്തമാക്കി. ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്തതിലും പിന്നീട് വിട്ടയച്ചതിലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ ഇനി കോടതിയുടെ വിശദ പരിശോധനയ്ക്ക് വിധേയമാകും. അറസ്റ്റ് നടപടികൾ പാലിക്കാതിരുന്നത് ബോധപൂർവമായിരുന്നോ? പ്രതിയെ സഹായിക്കാൻ പോലീസ് ഇടപെട്ടോ? ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയോ? തുടങ്ങിയ നിർണായക ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി അറിയേണ്ടത്. അതേസമയം ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയപ്പോൾ സമർപ്പിച്ച രേഖകളും വിവരങ്ങളും പ്രത്യേക കോടതി പ്രതിയെ വിട്ടയച്ച സാഹചര്യം വ്യക്തമാക്കുന്ന ഉത്തരവും ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേസ് വീണ്ടും വെള്ളിയാഴ്ച പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.